ഇവിടെ എന്തോ ഈ പറയുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കൊക്കെ പുറത്തു വിടുന്നവർ എന്തോ 350 കോടി വരുമാനമോ എന്തോ ടാക്സ് അടച്ചെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് ഈ വന്ന പണത്തിന്റെ കണക്കാകട്ടോ? അതിനിടയിൽ ഈ പറയുന്ന കെട്ടുകണക്കിന് 500ന്റെ കെട്ടുകൾ അനവരതം മാറ്റിക്കൊണ്ടിരുന്നു പറഞ്ഞു. എന്നിട്ട് അത് കക്കൂസ് കൊണ്ട് ഒളിപ്പിക്കും, ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ചാക്കി കെട്ട് കൊണ്ടുപോകും എന്നാ പറയുന്നത്. ശ്രീ ലാൽകുമാർ, സാധാരണ ഓട്ടോക്കാരോട് ഇനി അവർ ചോദിക്കുന്നത് 10-50 രൂപ കൂടുതലാണെന്ന ബോധ്യം ഉണ്ടായാൽ പോലും ഞാനും കൊടുക്കാറ് പതിവ്, അവരോട് തർക്കിക്കാറില്ല. ഒരുപാട് പൈസ കയ്യിലുള്ളതുകൊണ്ടൊന്നുമല്ല. എന്നാലും എത്ര ആണെങ്കിലും റോഡിൽ ചൂടിലും മഴയത്തും അധ്വാനിക്കുന്നവരാണ്. 10 തർക്കിട്ട് അവരോടല്ല എന്ന തൊഴിലാളികൾക്ക് ബോധം കൊണ്ടാണ്. അതുപോലെ ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ. ആരാണ് അയാളുടെ പേര്? തിന്നു യാദവ്, ചമ്പത്രായുടെ ഡ്രൈവർ. ഓട്ടോ ഡ്രൈവർ കെട്ടിപ്പൊക്കിയത് ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, ആസ്തി 50 കോടി. ചമ്പത്രായുടെ കൈക്കാനായതിനു ശേഷമാണ് ഈ മാരകമായ വളർച്ച. ക്ലിയർ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം ആണ് അല്ലേ? ശബരിമലയിൽ വന്ന ED അവിടെ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം ഉണ്ടെന്ന് ഗവേഷണം നടത്തി EDക്ക് അങ്ങോട്ട് പോകണ്ടേ? ശ്രീ ലാൽകുമാർ, വളരെ കൃത്യമായ ഒരു അനാലിസിസ് ആണ്. പ്രൊസീഡ്സ് ഓഫ് എ ക്രൈം എന്നുള്ളതാണ് നമ്മൾ ED പൊതുവെ പറയുക. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട്, ഒരു തെറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പണം മറ്റേതേലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാണ്. ഇതിപ്പം ശബരിമലയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു അഴിമതി പോലെയൊന്നുമല്ല. താങ്കൾ പറയുന്ന കണക്കനുസരിച്ച് വെച്ച് കോടാനുകോടി രൂപകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിനകത്തുനിന്ന് കട്ടുകൊണ്ട് വരിക അല്ലെങ്കിൽ ഈ പറയുന്ന രാമൻ്റെ സന്നിധിയിൽ നിന്ന് പണവും വെള്ളിയും ഒക്കെ, ഇതിപ്പം നേർച്ചയൊക്കെയാണല്ലോ തട്ടിക്കൊണ്ട് പോകുന്നത്. ഈ തട്ടിക്കൊണ്ട് പോകുന്നത് വെളിയിൽ കൊണ്ടുപോകാൻ ഒരു സിസ്റ്റം, അതിനേക്കാട്ടിലും വലിയൊരു സിസ്റ്റം, ഒരു വലിയ ചെയിൻ ഓഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അത് പ്രസക്തമായൊരു കാര്യമാണ്. ഈ അന്വേഷണ പരിധിയിൽ അതും വരേണ്ട ഒരു വിഷയമാണ്. അപ്പം ഞാനിതിനെ ഇപ്പോൾ രാജ്ദീപ് സർദേശായിയുടെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യം, ഈ പ്രൈവറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, ഇടനിലക്കാർ. ആ ഇടനിലക്കാർ അയോധ്യയുടെ പരിസരത്തൊക്കെ 1-2 കോടി രൂപയ്ക്ക് മേടിക്കുന്ന സ്ഥലം ഈ രാമക്ഷേത്ര ട്രസ്റ്റ് പിന്നീട് ഒരാഴ്ച കഴിയുമ്പോഴാണെങ്കിലും മേടിക്കുന്നത് 18 കോടിക്കാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുന്നത്? ഈ ട്രസ്റ്റിൻ്റെ, നമ്മൾ സാധാരണ ഗതി ട്രസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അതാ വിശ്വാസ്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനകത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിഷിപ്പ് എന്നാണ് നമ്മൾ പറയുക. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ റിലേഷൻഷിപ്പിനും ഉള്ളത് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി, അതിൻ്റെ പർപ്പസ് പോയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് എന്താ? ഈ ട്രസ്റ്റിൻ്റെ പേർപ്പസ് എന്താ? ഇതിൻ്റെ യഥാർത്ഥ ബെനിഫിഷ്യറിയായ ഈ പറയുന്ന പ്രേയേഴ്സിന് പോകുന്ന ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ അവിടുത്തെ ഭക്തർ, സ്പിരിച്വൽ ഫോളോവേഴ്സ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനൊക്കെ ഉപരി രാമൻ്റെ സ്വത്ത് ഗാർഡ് ചെയ്യാനുള്ള ഒരു പേർപ്പസ് ഇവർക്കുണ്ട്. കാര്യം രാമൻ ഒരു പെർപെക്ച്വൽ മൈനറാണ്. ആ പെർപെക്ച്വൽ മൈനറിൻ്റെ സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ജോലി ഇവർ ഏറ്റെടുക്കാതെ ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കൂ, ശബരിമലയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. ശബരിമല കൊള്ള നടന്നു എന്ന് പറയുന്നു. ആ കൊള്ളയുമായി ബന്ധപ്പെട്ട ആർക്കും ന്യായീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ. അതൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തവരെല്ലാം ജയിലിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ എനിക്കും ഹാഷ്മിക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറയുന്ന അതേ സ്കെയിലിൽ ഈ പറയുന്ന വിഷയവും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്കെയിൽ ഇച്ചിലൂടെ വലുതാണ്. കാര്യം ഇത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ മൊത്തത്തിൽ ആൻറ്റഗണൈസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ ടോപ്പിൾ ഡൗൺ ചെയ്ത് പിൽക്കാലത്ത് 2019 ലോങ് ലിറ്റിഗേഷൻ്റെ റിസൾട്ടായിട്ട് ഒരു സുപ്രീം കോർട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനകത്ത് എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഒരു അമ്പലം ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആരോടാണ് ആവശ്യപ്പെട്ടത്? സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ആ പവർ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവരിലാണ് ആ കർമ്മം നിക്ഷിപ്തമായിരുന്നത്. ആ പറയുന്നതിനകത്ത് അടിസ്ഥാനത്തിൽ 15 പേര് മെമ്പറുള്ള ഒരു ട്രസ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് 12 പേരെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. പിന്നെ പഴയ നിർമോഖി അഖാര, അവർ പറഞ്ഞ പഴയ ഷെബൈറ്റുകൾ, അവരുടെ സൂട്ട് അവർ കൊടുത്തിരുന്ന സൂട്ട് ലിമിറ്റേഷനിൽ തള്ളിപ്പോയെങ്കിലും, അത് ഇച്ചിരി ടെക്നിക്കലാണ് ഞാൻ പറഞ്ഞത്, ലിമിറ്റേഷനിൽ തള്ളിപ്പോയെങ്കിലും അവരുടെ അവകാശം, ഇവിടെ പ്രാർത്ഥിക്കാനുള്ള, അവരുടെ പൂജ ചെയ്യാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ആ ട്രസ്റ്റിനകത്തൊരു മെമ്പർഷിപ്പും കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഇത് VHP ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം. VHP ഈ പറയുന്ന രാമക്ഷേത്രത്തിന് വേണ്ടി അയോധ്യയിലെ നിന്ന മോസ്കിൻ്റെ സ്ട്രക്ചറിനെ പൊളിക്കാനുള്ള പ്രോസസ്സ് നടന്ന് അവർ പള്ളി അല്ലെങ്കിൽ അമ്പലം പണിയണം എന്ന് പറഞ്ഞ് മൂവ്മെൻറ്റ് നടത്തി. പക്ഷേ മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ റിസൾട്ടായിട്ട് ഈ പറയുന്ന ടോപ്പിൾ ഡൗൺ ചെയ്തതിന് ശേഷം
ഒരു സിവിൽ ഡിസ്പ്യൂട്ട് വരികയും ആ സിവിൽ ഡിസ്പ്യൂട്ടിന്റെ റിസൾട്ട് സുപ്രീം കോടതി അഡ്ജൂഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ആ അഡ്ജൂഡിക്കേഷന്റെ റിസൾട്ട് എന്താണ്? അതാണ് കേന്ദ്ര സർക്കാരിനോട് ട്രസ്റ്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത്. അവിടെ VHP റോളൊന്നുമില്ല. VHP വഴി കൂടെ നിന്ന് ഇത് ഞങ്ങളുടെ കഠിന ഫലമായെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. ആ ട്രസ്റ്റിൽ നിങ്ങൾക്ക് റോൾ വരുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നടത്തിയ ഒരു നിഗൂഢമായ പരിപാടിയാണ്. കാര്യം ഈ പറയുന്ന ആൾക്കാരെ ഇതിനകത്തെല്ലാം കുത്തിക്കയറ്റി അവസാനം അവിടെ നടക്കുന്നത് വളരെ മോശമായ കാര്യങ്ങൾ നടക്കുന്നു. ഇത് നമുക്കിത് ആദ്യം തൊട്ട് തന്നെ നമ്മൾ പറയുന്നത്, ഇവർക്ക് എത്ര രൂപ കിട്ടി ഈ ടെമ്പിൾ സ്ട്രക്ചർ പണിയാനായിട്ട്? എത്ര രൂപ കിട്ടി? കണക്കൊക്കെ പറയുന്നതും യഥാർത്ഥവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്നലെ ഇതുപോലെ തന്നെ ഒരു ചർച്ചയ്ക്കകത്തിരുന്നപ്പോൾ പറയുന്നത് വരുന്നതൊന്നും ശബ്ദം പുറത്തു വരുന്നില്ല. ഇപ്പൊ ഇവിടെ CAG ഓഡിറ്റ് നടത്തി. എവിടെ CAG ഓഡിറ്റ് നടത്തുന്നതിനകത്ത് എനിക്ക് മനസ്സിലായില്ല. എന്റെ പരിമിതമായ അറിവിൽ അവിടെ CAG ഓഡിറ്റ് നടത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഓഡിറ്റ് ഇല്ല. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഇതിനകത്ത് എന്താന്ന് കൺട്രോൾ? ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ഇവർക്കൊരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഉണ്ടെന്ന് വെക്കാം, ഇവരുടെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെന്ന് വെക്കാം. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് എന്താ? ഈ കള്ളത്തരം എല്ലാം കാണിച്ചതിനെ മറയ്ക്കാനല്ലേ ഓഡിറ്റ് നടത്തുന്നത്? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ റവന്യൂ ഫ്ലോയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ജനങ്ങളുടെ അക്കൗണ്ടബിൾ ആകാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ഓഡിറ്റ് നടത്തിയിട്ടും കാര്യമില്ല. താങ്കളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് നടക്കുന്ന ചർച്ചകളിലൊന്നാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷയിൽ മൊത്തം ക്രമക്കേട് നടത്തി, എന്നിട്ടും ആ മന്ത്രിയോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് രാജിവെക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന ട്രസ്റ്റ് രാജിവെച്ചു കേട്ടോ. കാര്യം എന്താ? അവർക്ക് മനസ്സിലായി ഇതിനകത്ത്, അവർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന്. താങ്കൾ പറയുന്ന അനുസരിച്ച് താങ്കളുടെ വാർത്ത പല വാർത്തകളിലും ഞാൻ കണ്ടു. താങ്കളുടെയൊക്കെ പല വാർത്തയും കണ്ടു. ഈ പറയുന്ന VHP നേതാവിനോട് മോശമായ രീതിയിലേക്ക് RSS വരുന്നു, RSSന് അദ്ദേഹത്തിനോട് പ്രതിഷേധമുണ്ട് എന്ന് വരുന്നു. അതെന്താണ്? നിങ്ങൾ ഹാഷ്മി ഒന്ന് ആലോചിക്കേ, ഈ പറയുന്ന ഇത്രയും അഴിമതി, താങ്കൾ പറഞ്ഞ സ്കെയിലുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ വിചാരിച്ചാൽ നടക്കുമോ? അത് തന്നെ താങ്കൾ സൂചിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി. ഇത് ഒരു കാരണവശാലും ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളിയോ വിചാരിച്ചാൽ നടക്കുന്ന ഒരു വിഷയമല്ല. കോടാനുകോടി രൂപ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രൊസീഡ്സ് എതുവഴി പോയിട്ടുണ്ടെന്നുള്ളത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെയിനിലും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യം കൂടെ സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഒരു ഡെസിക്രേഷന്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഈ കോൺസിക്രേഷൻ. എന്താ ഡെസിക്രേറ്റ് ചെയ്തത്? മോസ്കാണ്. അത് കോൺസിക്രേറ്റ് ചെയ്തത് ആരാണ്? ആ കോൺസിക്രേഷൻ സെറമണിയുടെ ഹെഡായിട്ട് നിന്നത് പ്രൈം മിനിസ്റ്ററാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ ജോലി അല്ല അത്. നിങ്ങളുടെ നാട്ടിലെ ഒരു അമ്പലത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് ആരാ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ പൂജാരിയൊക്കെയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള രാഷ്ട്രീയക്കാരൻ തന്നെ പോയി അവിടെ നിന്ന് പ്രധാനമന്ത്രി, രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് തന്നെ പോയി അവിടെ നിന്ന് ഈ പരിപാടി നടത്തുക. എന്ത് മെസ്സേജാണ് ഈ രാജ്യത്തിന് കൊടുത്തത്? അതാ ഞാൻ പറഞ്ഞത്, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഡക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. രാമക്ഷേത്രം ഒരു സ്പിരിച്വൽ പ്രോഡക്റ്റിന് മേളിൽ അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. ഒറ്റ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ വന്നൊരു വിഷയമുണ്ടല്ലോ, ഈ VHPക്കാര് വീണ്ടും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു 5 ഏക്കർ സ്ഥലം വേണമെന്നും 5 ഏക്കർ സ്ഥലം വഖഫിന് മാറ്റിയിടണമെന്നും അതിനൊരു പള്ളി പണിയണമെന്നും പറഞ്ഞു. പള്ളി പണിയാൻ സമ്മതിക്കത്തില്ല എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അപ്പൊ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ടെമ്പിൾ എക്കണോമിയിലേക്ക് ഇത് മാറി. ഇത് സ്പിരിച്വൽ ടെമ്പിളിന് പകരം ഇതൊരു ടെമ്പിൾ എക്കണോമിയായി മാറി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് വളരെ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വരുമ്പം നിങ്ങൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ FIR ഇട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഈ പറയുന്ന CCTV വിഷ്വലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും, ഈവൻ ഓൾ ദ ഷ്രെഡ് ഓഫ് എവിഡൻസ്, എല്ലാ കാര്യങ്ങളും എടുത്തവർ കളയാൻ അവർക്ക് സമയം കിട്ടിയില്ലേ? ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കള്ളം നടന്നു കഴിഞ്ഞ് ഒരു ഇൻവെസ്റ്റിഗേഷൻ FIR ഇടാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് അക്യൂസ്ഡ്, പ്രോസ്പെക്റ്റീവ് അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ പീസ് ഓഫ് എവിഡൻസും ഈ പറയുന്ന ഇല്ലാതാക്കാനുള്ള സമയമല്ലേ ഇവർ കൊടുത്തത്? എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഇറക്കുന്നത്? ഈ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ബേസ് അറിയാത്തവരാണോ സ്റ്റേറ്റിൽ നിൽക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.